Welcome to Tiffany's Kitchen. ഹായ് everyone, അസ്സാം വലൈക്കും. റമദാനിൽ അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. തുടർച്ചയായി വരും ദിവസങ്ങളിൽ അതുപോലുള്ള വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ എന്തൊക്കെയാണ് മുന്നേ ആയിട്ട് നമുക്ക് ഒരുക്കി വെക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കുറച്ച് തേങ്ങ വറുത്ത് റെഡിയാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പേരും പത്തിരി ഉണ്ടാക്കുന്നവരും അതിലേക്ക് തേങ്ങ അരച്ച കറി റെഡിയാക്കി വെക്കുന്നവരായിരിക്കും. അപ്പോൾ ഓരോരുത്തരും എങ്ങനെയാണ് തേങ്ങ വറുത്ത് വെക്കുന്നത് ആ സ്റ്റൈലിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ അല്പം വെളിച്ചെണ്ണയിൽ പെരുംജീരകവും ഒരു പിടി ചെറിയ ഉള്ളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്കായ, 2 വറ്റൽമുളക്, ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഒരല്പം മല്ലി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഒന്നിച്ച് ഒരുപാട് അങ്ങ് ചിരവി എടുക്കുക, അല്ലെങ്കിൽ പൊട്ടിച്ച് പീസാക്കി അത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചിരവിയതുപോലെ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. കുറച്ചധികം ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ സിബ്ലോക്ക് കവറുകളിലായിട്ട് ഇത് പാട്ടായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ എത്രത്തോളമാണ് തേങ്ങ എടുക്കുന്നതെന്നുള്ള ഒരു കണക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഓരോ കവറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അരച്ചെടുക്കുന്ന സമയത്ത് ഈ തേങ്ങയുടെ ഒപ്പം തന്നെ ഒരു പിടി പച്ചത്തേങ്ങ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ആ ഒരു സമയത്ത് നമുക്കിത് വറുക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ കുറച്ചധികം ഇതുപോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു കവറിൽ ഇങ്ങനെ തേങ്ങ ഒന്നിച്ചാക്കിയിട്ട് ഇങ്ങനെ പാട്ടാക്കിയിട്ട് അതിനകത്ത് ഓരോ വരയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ചെറിയ ഇപ്പോൾ ഇതിൽ 2 പാട്ടാക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഫ്രീസറിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല കേട്ടോ. താഴെ വെച്ചാലും മതി, കേടൊന്നും വരില്ല. കുറേ നാൾ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഫ്രീസറിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ തന്നെ വെക്കാം. അപ്പോൾ ഇങ്ങനെ കവറുകളിലാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ് ലാഭിക്കാം. പിന്നെ നമുക്ക് കറിക്ക് കൂടുതൽ കൊഴുപ്പും അതുപോലെ തന്നെ നല്ല കളറും കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. അപ്പോൾ തക്കാളി ബോയിൽ ചെയ്തെടുക്കുക. ഒന്നുകിൽ മൈക്രോവേവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. തക്കാളി നന്നായിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്കൊരു ചെറിയ പീസ് ബീട്രൂട്ടും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറായിരിക്കും കിട്ടുക. ബീഫും ചിക്കനൊക്കെ നമ്മൾ മുളകിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിഷൊക്കെ മുളകിടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ഭംഗിയും കാണാൻ നല്ലൊരു കളറും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല കൊഴുപ്പുള്ള കറിയായിട്ട് കിട്ടും ഇങ്ങനെ ടൊമാറ്റോ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഒരു ബോക്സിലോ അല്ലെങ്കിൽ സിബ്ലോക്ക് കവറിലോ ആക്കി വെക്കാം. ആവശ്യത്തിനനുസരിച്ച് 1-2 ക്യൂബ് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. റമദാനിൽ ഒട്ടുമിക്ക പേർക്കും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നാണ് സമൂസ. അപ്പോൾ സമൂസ ഷീറ്റും അതുപോലെ തന്നെ പഫ്സ് ഷീറ്റും ഒക്കെ നമുക്ക് നേരത്തെ തന്നെ ചെയ്ത് വെക്കാവുന്നതാണ്. വീട്ടിൽ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള കണക്കിലാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ. ഇനി ഒലിവ് ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അതാണ് ഒന്നും കൂടെ നല്ലത്. ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുള്ള മാവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ രീതിയിൽ സമൂസ ഷീറ്റും അതുപോലെ തന്നെ പഫ് പേസ്റ്ററൊക്കെ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് കേട്ടോ. ഒരു കേടും പറ്റില്ല. അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു മാവ് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ സാധാരണ ബോൾസ് ആക്കി എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ബോൾസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം മൈദ തൂവി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി മൈദക്ക് വേറെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും എടുക്കാവുന്നതാണ് കേട്ടോ പരത്താൻ വേണ്ടിയിട്ട്. ഇനി എത്രത്തോളമാണോ നമ്മളത് ചുട്ടെടുക്കുന്ന പാനിൻ്റെ വലുപ്പം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മളത് വട്ടം വീശി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഓരോ
ചപ്പാത്തിയും ആദ്യം നമ്മൾ പരത്തി റെഡിയാക്കി എടുക്കണം. അപ്പോൾ മുഴുവൻ ബോളും ഞാനിതുപോലെ പരത്തി എടുക്കട്ടെ. ഇപ്പോൾ മുഴുവൻ ചപ്പാത്തി ഇവിടെ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു 6-7 എടുത്ത് നമ്മുടെ സമൂസ ഷീറ്റിനും ബാക്കിയുള്ളത് പഫ് പേസ്ട്രിക്കുമാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അല്പം മൈദ ഒന്ന് തൂവി കൊടുത്തിട്ട് ഒരു ചപ്പാത്തി നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ അല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറോ നെയ്യോ ഒലിവ് ഓയിലോ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലതായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കണം. അതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് അല്പം കോൺഫ്ലോർ ഇട്ട് ഇതുപോലെ ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ഓയിൽ നല്ലതായിട്ട് ഒരു ബ്രഷ് യൂസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മുഴുവൻ ലെയറും ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 7-8 ലെയർ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നമ്മളിതൊന്ന് പരത്തിയെടുക്കുകയാണ്. മുഴുവനായിട്ട് നല്ലതായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഈ പരത്തിയെടുക്കുന്നത് നമ്മുടെ ചട്ടിക്കുള്ള വലുപ്പത്തിനനുസരിച്ച് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സെയിം മാവിൽ നിന്ന് തന്നെയാണ് നമ്മൾ സമൂസ ഷീറ്റാണെങ്കിലും പഫ്സിനുള്ള പാസ്ട്രി ആണെങ്കിലും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് പഫ് പേസ്ട്രി ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നന്നായിട്ട് തന്നെ വട്ടം വീശി നല്ലതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം സൈഡിലുള്ള ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമുക്ക് സമൂസ ഉണ്ടാക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പഫ്സ് മടക്കിയെടുക്കാം. ഇങ്ങനെ ഈ സൈഡിൽ വന്നിട്ടുള്ള കോണ് ഭാഗം അപ്പോൾ നല്ല വലിപ്പമുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ ഇടയിൽ ഓരോ ബട്ടർ പേപ്പറിൻ്റെ പീസ് വെച്ചിട്ടാണിത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിന് മുകളിൽ ഒരു പാസ്ട്രി വെച്ച് അതിന് മുകളിൽ വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെച്ച് വീണ്ടും അതിന് മുകളിൽ പഫ് പേസ്ട്രി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് സമയം മുൻപ് പുറത്ത് വെച്ചാൽ മതി. ഇനി ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത് സമൂസ ഷീറ്റിന് വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സമൂസ ഷീറ്റിൻ്റെ വീതിക്കനുസരിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ അല്ലാതെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വലുതായി പോയത് കാരണം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒന്ന് ചൂടായിട്ടുള്ള പാനിലിട്ട് കൊടുക്കുക. അപ്പുറഭാഗം ചൂടാവുന്ന സമയം കൊണ്ട് നമ്മൾ ആദ്യം ചൂടാക്കിയ ഭാഗത്ത് നിന്ന് ഷീറ്റ് എടുത്ത് മാറ്റുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സമയമിട്ട് മൂരിപ്പിക്കുകയും കൂടുതൽ വേവിക്കുകയും ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ലെയർ ഓരോന്നും അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള പേപ്പറിൻ്റെ കനം പോലും ഇല്ലാത്ത നല്ല സമൂസ ഷീറ്റ് കിട്ടുന്നത്. അപ്പോൾ അതാ മുഴുവൻ സമൂസ ഷീറ്റും ഞാനിവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് റെഡിയാക്കി എടുക്കാം. ഇതും ഒന്നുകിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിപ്പ് ലോക്ക് കവറിൽ മാറ്റിയിട്ട് അത് നമുക്ക് ഫ്രീസറിൽ വെക്കാം. യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് മുമ്പൊക്കെ ഒന്ന് പുറത്ത് വെച്ചാൽ മതി. ഇനി സിപ്പ് ലോക്ക് കവറും ഇല്ല, നമുക്ക് ഇതേപോലെ തന്നെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് കഴിഞ്ഞാൽ സ്പേസും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോയിൽ പേപ്പറിൽ നല്ലതായിട്ട് തന്നെ പൊതിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഈ സൈഡിലെ ഭാഗം കൊണ്ടൊക്കെ നമുക്ക് സമൂസ നല്ലതായിട്ട് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാതെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഓരോ ലെയർ നമുക്ക് എടുത്തു മാറ്റുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് അടർത്തി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു സെറ്റ് ഞാനിതുപോലെ പരത്തി എടുത്തിട്ടുള്ളതാണ് സമൂസ ഷീറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. എന്നിട്ട് ഇതുപോലെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. നല്ല സിമ്പിളായിട്ട് തന്നെ കിട്ടും. നല്ല തിന്നായിട്ടുള്ള ഷീറ്റുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഷീറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൈഡിലൊക്കെ കട്ട് ചെയ്തെടുത്തുള്ള കുഞ്ഞു ഭാഗങ്ങളൊന്നും കളയേണ്ട. അത് വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമൂസ ഷീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
രണ്ട് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സിബ്ലോക്ക് കവറിൽ അല്ലെങ്കിൽ ഫോയിൽ പേപ്പറിലോ നല്ലതായിട്ട് കവർ ചെയ്ത് നമുക്കത് ഫ്രീസറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്കുള്ള സമൂസ ഷീറ്റ് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടുന്ന ആവശ്യവുമില്ല. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഇതുപോലെ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വട്ടത്തിൽ പരത്തിയെടുത്തത് കൊണ്ട് നമുക്ക് സമൂസ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ കൂടെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ കർവുള്ള ഭാഗം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് സമൂസ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏത് രീതിയിലാണ് മടക്കുന്നതെന്നൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതേ രീതിയിൽ മടക്കിയിട്ട് ഒന്ന് മസാല നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മൈദ വെച്ചിട്ടോ അല്ലെങ്കിൽ കോൺഫ്ലോർ വെച്ചിട്ടോ ഒരു ഗം ഉണ്ടാക്കിയിട്ട് അത് കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സൈഡിൽ വരുന്ന ഭാഗങ്ങളൊന്നും വേസ്റ്റായി പോകുന്നില്ല. ഇതുപോലെ നമുക്ക് കുഞ്ഞൻ സമൂസകൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചപ്പാത്തി ഇതുപോലെ ലെയർ ചെയ്ത് പരത്തി ചുട്ടെടുത്തതിന് ശേഷം സമൂസ ഷീറ്റിന് വേണ്ടി കട്ട് ചെയ്യാണ്ട് ഇപ്പോൾ ഇതുപോലെ വട്ടത്തിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്ന് വെച്ചിട്ട് 4 ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് 2 ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ മടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലെയൊക്കെ നിങ്ങൾക്ക് മടക്കി ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. ഇനി സമൂസ ഷീറ്റ് മടക്കുമ്പോൾ ഈ രീതിയിലാണ് മടക്കിയെടുക്കേണ്ടത്. നല്ല വൃത്തിയിൽ നമുക്ക് സമൂസ പുറത്തു നിന്ന് വാങ്ങുന്ന അതേ ഷേപ്പിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ കോണായിട്ട് മടക്കുക. ചെറിയൊരു ഭാഗം പുറത്തേക്ക് തള്ളിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ. എന്നിട്ട് സമൂസയിലേക്ക് മസാല ഫില്ല് ചെയ്തിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അല്പം ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ മൈദ വെച്ചിട്ട് ഗ്ലൂ ഉണ്ടാക്കിയത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ ഫ്രീസറിൽ വെച്ചാലും തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. നമ്മൾ കുറച്ച് സമയം മുന്നേ പുറത്ത് വെക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാ സമൂസയും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ ഞാൻ കാണിച്ചതുപോലെ ഒരു ചപ്പാത്തി കൊണ്ട് എങ്ങനെയാണ് 3 രീതിയിൽ സമൂസ ഫോൾഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു ഭാഗം കൊണ്ട് നമുക്ക് 2 റെഡിയാക്കി എടുക്കാം. അതായത് ഒരു ചപ്പാത്തിയിൽ നിന്ന് 4 നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തീനെ 2 കഷ്ണങ്ങളാക്കിയിട്ട് അതിൽ നിന്നും നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ നോമ്പിന് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മുഴുവൻ ഫില്ലിങ്ങും നമുക്കിതുപോലെ ചെയ്തെടുത്ത് നല്ല ചൂടായിട്ടുള്ള ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഓയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ ഷീറ്റ് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുന്ന പോലെ തന്നെ സമൂസ നമുക്കിതുപോലെ മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് സിബ്ലോക്ക് കവറുകളിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ പുറത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെയും നമുക്ക് സമയം ലാഭിക്കാം. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ ബാക്കി ടിപ്സും ട്രിക്സൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ നാളെ കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്